ഈസി ഓർക്കിഡ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾക്ക് എന്താ പറയുക, ചൂട് ഭയങ്കരമായിട്ട് ചൂട്, ഓരോ ദിവസവും ചൂട് കൂടി വരികയാണ് അല്ലേ. നമ്മൾക്ക് തന്നെ സഹിക്കാൻ പറ്റണില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല ഉച്ച സമയത്താണ് കേട്ടോ. അത് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓർക്കിഡുകൾക്ക് നല്ല പോലെ ബാധിക്കും ഈ ചൂട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓഫീസിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു കെയർ ഇപ്പോൾ ഈ ചൂട് കാലത്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതാട്ടാ, ഇപ്പം നമ്മൾ ഓഫീസ് ഇതാ ചട്ടിയിൽ നമ്മളിങ്ങനെ കരിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഇങ്ങനെ കരിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട്, എല്ലാം ഫോട്ടോ ഉണ്ടെങ്കിൽ തളർന്ന് കിടന്നിട്ട് ഇത് കണ്ട. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇല്ല, തളർന്ന് കിടന്നിട്ടില്ല. പക്ഷേ മിക്കവർക്കും ഇങ്ങനെ അടിയിലത്തെ ഇതാ ഇപ്പം ഞാൻ കാണിച്ചിരുതാ. ഞാനിപ്പോൾ ഇവിടെ നോക്കി തിരഞ്ഞെടുത്തത് കണ്ട. ഇതുപോലെ ഇങ്ങനെ ക്ഷീണമായിട്ട് തന്നെ കിടക്കുക കണ്ട. ചൂട് സഹിക്കാൻ വയ്യാതെ ഇതിൽ വാട്ടറിങ്ങും കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ തളർന്ന് കിടക്കുന്നത് കണ്ട. ഇതുപോലെ ഇങ്ങനെ തളർന്ന് കിടന്ന് ഭയങ്കര ക്ഷീണമായിട്ട് കണ്ട ഇങ്ങനെ കിടക്കും കേട്ടോ. ഇതിനേക്കാളും മോശമായ നിലയിലാവും തളർന്നിട്ട് ഇവരിങ്ങനെ ഇങ്ങനെ വര പോലെ ഇങ്ങനെ കാണാം. ശരിക്കും നമ്മൾക്ക് മനസ്സിലാവും ഇവർക്ക് പിന്നെ ചൂട് സഹിക്കാൻ വയ്യാതെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ള ഈ ഓഫീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമുക്ക് സാധാരണ ഓഫീസിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇതുപോലത്തെ ഒരു ക്ഷീണം വരാതിരിക്കാൻ നമുക്കൊരു കെയറിങ്ങും കൂടി നമുക്ക് ഓഫീസിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാ ഈ ഓഫീസ് ഇപ്പോൾ നമ്മൾ ഇതിൽ പോട്ട് ചെയ്തിട്ടുള്ള കരി മാത്രം ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ 5 ഇഞ്ച് പോട്ടിൽ കൊടുക്കുന്ന നമ്മളെ ഓഫീസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇതുപോലെ നമ്മളൊരു ഏത് പോട്ടിലായാലും, ഇതിപ്പോൾ ഇങ്ങനത്തെ പോട്ടാണ്, ഇനിയിപ്പോൾ മറ്റേ ഹാങ്ങിങ് പോട്ടോ ഏത് പോട്ടിലായാലും നമ്മൾ കരി മാത്രം ഇട്ടിട്ടാണല്ലോ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ നല്ല ഇതിൽ തന്നെ നിൽക്കുന്നത്, ഒരു ക്ഷീണമില്ല, നല്ല പോലെ റൂട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കിനി ചൂട് കൂടും തോറും പിന്നെ ഇനി ഏപ്രിൽ, ഇതിപ്പോൾ ഫെബ്രുവരി ആയിട്ടുള്ളൂ, ഇനി കിടക്കുക മാർച്ച് ഏപ്രിലൊക്കെ നല്ല ചൂട് കനക്കും. അപ്പോൾ ഇവർക്ക് ക്ഷീണം വരും. അപ്പോൾ ആ ക്ഷീണം വരുന്നത് വരെ കാത്തു നിൽക്കരുത്. എന്താ പറയുക, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ല വരാതിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ആ ക്ഷീണം ഓഫീസിന് ക്ഷീണം വരാതിരിക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കട്ടെ. ഇത് മോസാണ് കേട്ടോ കണ്ട. ഈ മോസ് ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന മോസാണ്. ഈ മോസ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ നമ്മളത് ഇങ്ങനെ വാട്ടർ ഒഴിക്കുക കുറച്ച്. ഇങ്ങനെ വാട്ടർ ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക. നമ്മളിങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഞാൻ വാട്ടർ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ നല്ലോണം കണ്ട ഇങ്ങനായി. ആദ്യം കുറച്ച് വാട്ടർ ഒഴിച്ച് വെച്ചതാട്ടോ ഇത്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ട, ഇത് ഡ്രൈ ആയ മോസ്. ഇത് ഞാൻ കുറച്ച് വാട്ടർ ഒഴിച്ച് വെച്ച മോസ് ഇട്ടാ, വാട്ടർ ഒഴിച്ച് വെച്ചത്. അപ്പോൾ വാട്ടർ ഒഴിച്ചപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ഇതായി. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ ആക്കുക, ഒന്ന് റൗണ്ട് പോലെ ഇങ്ങനെ ചെയ്യുക. ഈ ഓഫീസിൻ്റെ വേരിൻ്റെ അവിടെ കുറച്ച് വെച്ച് കൊടുക്കുക കണ്ട. ഇങ്ങനെ കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. ഉണ്ടാക്കിയിട്ട് വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾക്ക് ഓഫീസിന് ഇവിടെ തന്നെ ഒരു സൈഡിൽ മാത്രം നല്ല കുറച്ചധികം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുമോ ഇതിൽ വെള്ളം, ഇപ്പോഴെല്ലാം മഴക്കാലം മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് പിന്നെ എന്തെങ്കിലും ചീച്ചൽ പോലെ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതിങ്ങനെ എടുത്ത് മാറ്റുകയും ചെയ്യാം കണ്ട. ഇവിടെ തന്നെ ഇവരിങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിമേ പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് മെല്ലെ എടുത്താൽ കുറേ ഇങ്ങോട്ട് പോരും ഇതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സൈഡിൽ മാത്രം ഒരു ഫുള്ളിടാതെ, പിന്നെ ഫുള്ളിട്ടാൽ പിന്നെ അത് നമ്മൾ രണ്ടാമത് റീപ്പോർട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ വേണ്ട, മേൽഭാഗത്ത് മാത്രം ഈ ഒരു സൈഡിലോ അല്ലെങ്കിൽ 2 സൈഡിലായാലും വെക്കണം, 2 സൈഡിൽ വെക്കാം, ഇല്ലെങ്കിൽ ഒരു സൈഡിലായാലും വെച്ച് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ മോസില്ല എന്ന് കരുതുക. അപ്പോൾ മോസില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ചകിരിയുടെ നാര് മാത്രം കിട്ടേണ്ടല്ലോ. അപ്പോൾ ആ ചകിരിയുടെ നാര് മാത്രം ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അപ്പോഴും അവർക്ക് ഈ ചെടികൾക്ക് നല്ലൊരു തണവ് കിട്ടും. അപ്പോൾ പിന്നെ അവർക്ക് ക്ഷീണം പിന്നെ ബാധിക്കില്ല കേട്ടോ. അതിപ്പോൾ ഈ ഫെബ്രുവരി ഈ മാസത്തിൽ തന്നെ എല്ലാവരും ഒന്ന് ചെയ്തോട്ടോ. ഒന്നുപോലെ ചകിരിയുടെ നാര് അല്ലെങ്കിൽ മോസ് കിട്ടുക വെച്ചാൽ ഏറ്റവും ബെറ്റർ. മോസ് കിട്ടാൻ ശ്രമിച്ച് നോക്കുക. മോസ് കിട്ടുക വെച്ചാൽ ബെറ്റർ, ഇല്ലെങ്കിൽ ചകിരി നാരായാലും വെച്ച് കൊടുത്തോട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂടിനെ അവർക്കൊരു തണവ് കിട്ടാനും, ഇത്ര മാത്രം ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലാന്റ്സിന് ഡ്രൈ ആയി വേരുകൾ നശിക്കുക, അല്ലെങ്കിൽ ചെടികളാകെ തളർന്നു പോകുക, അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കേട്ടോ. ഇനി ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നമ്മളുടെ ചട്ടിയിലെ അടിയിൽ കുറേശ്ശെ വെള്ളം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക, അങ്ങനെയും ചെയ്യാം. ഇനി പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, സ്റ്റാൻഡിൽ ഇപ്പോൾ ഡെൻഡ്രോബി ആയാലും ഓഫീസ് ആയാലും ഓർക്കിഡുകൾ ഇരിക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കുക എന്നുള്ള, അന്തരീക്ഷത്തിലും കുറച്ച് ഹ്യൂമിഡിറ്റി നിലനിൽക്കാൻ കൂടി കുറച്ച് വെള്ളം വാട്ടറിങ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കും. അപ്പോൾ അതും ഇവർക്ക് ഓഫീസിനായാലും എല്ലാ ഓർക്കിഡുകൾക്കായും ഗുണം ചെയ്യും കേട്ടോ. ഇന്നത്തെ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.